ലഹരിയെ കായിക ലഹരി കൊണ്ട് മറികടക്കുക, തോൽപ്പിക്കുക. അതായിരിക്കണം മുദ്രാവാക്യം. ലോകത്ത് പലയിടത്തും ഇന്ത്യയിലുമൊക്കെ പരീക്ഷിച്ച് പ്രയോജനകരമാണ് എന്ന് തെളിഞ്ഞതാണ് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മറുമരുന്ന്, പ്രത്യൗഷധം എന്ന നിലയിൽ സ്പോർട്സിനെ ഉപയോഗിക്കുന്നു. കിഴുവിലത്ത് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ടർഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടർഫിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഇവിടെ ഒറ്റ കാര്യമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗിന്റെ, രാസലഹരിയുടെ സ്വാധീനം അപകടകരമായി വർദ്ധിക്കുക. ഇവിടെ തന്നെ ഇന്നലെ പിടിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചു. ചെറുപ്പക്കാരാണ് ഇതിന്റെ ഇരകളാവുന്നവർ, ഇതിലെ കണ്ണികളും നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്. എങ്ങനെയാണ് കേരളത്തിലെ യുവത്വത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുക? കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നതാണ് വയലൻസ്, ക്രൈം. ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം ഈ മയക്കുമരുന്നിന്റെ അമിതമായ സ്വാധീനമാണ്, അല്ലെങ്കിൽ അത് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ സാധാരണഗതിയിൽ പണ്ടൊന്നും ആളുകൾ തമ്മിൽ ഇങ്ങനെ ചെറിയ തർക്കമൊന്നും പലപ്പോഴും വലിയ സംഘർഷത്തിലേക്കോ കൊലപാതകത്തിലേക്കോ എത്തിക്കില്ല. ഇപ്പൊ ചെറിയ തർക്കം മതി. കാരണം ഇതിൽ ഉൾപ്പെട്ടവർ മിക്കവരും ബോധത്തിലല്ല എന്നതാണ് ഒരു പ്രശ്നം. അപ്പൊ അതിൽ നിന്ന് നാടിനെ മോചിപ്പിച്ച് പറ്റൂ. രണ്ടു തരത്തിലാണ്. ഒന്ന്, ശക്തമായി ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്തുക. അതിനൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവേണ്ട കാര്യമില്ല. അത് സർക്കാർ ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരാ. ഇതിലകപ്പെടാതിരിക്കാൻ ചെറുപ്പത്തിന്റെ ഊർജത്തെ, കൗമാരക്കാരുടെ ഊർജത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ല മാർഗം സ്പോർട്സാണ്. ലഹരിയെ കായിക ലഹരി കൊണ്ട് മറികടക്കുക, തോൽപ്പിക്കുക. അതായിരിക്കണം മുദ്രാവാക്യം. ലോകത്ത് പലയിടത്തും ഇന്ത്യയിലുമൊക്കെ പരീക്ഷിച്ച് പ്രയോജനകരമാണ് എന്ന് തെളിഞ്ഞതാണ് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മറുമരുന്ന്, പ്രത്യൗഷധം എന്ന നിലയിൽ സ്പോർട്സിനെ ഉപയോഗിക്കുന്നു. അത് പ്രയോജനകരമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചിറയൻകീഴ് MLA V ശശി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം, കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത R, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ജലീൽ, ജില്ലാ പഞ്ചായത്ത് അംഗം R സുഭാഷ്, കിഴുവിലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീകണ്ഠൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ്, വേണുഗോപാലൻ നായർ, അൻവർ ഷാ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത, സുലഭ, സുനിൽ, സൈജ നാസർ, കടയറ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവം വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.